ഹായ് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ നല്ല പരിപാടിയിലാട്ടോ. അമ്മ മാത്രമല്ല ഞങ്ങളെല്ലാവരും കേട്ടോ. മുറ്റടിക്കൽ എന്ന് വൈകിട്ടത്തെ പരിപാടികളാണ്. മുറ്റടിക്കുക, പട്ടയും വാളയും വറകൊക്കെ എടുത്ത് വയ്ക്കുക. അമ്മ വറകിന് പോയിട്ട് ഇപ്പോൾ വന്നുള്ളൂ. ഇതാ വറക് വെട്ടുകയാണ് അമ്മ. ഇതാണ്ടോ വറക് കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു പട്ട കിട്ടി. പട്ടയൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരു പട്ട കിട്ടി. ആ പട്ട വെട്ടി വയ്ക്കുക കേട്ടോ. അനിയത്തി ഇവിടെ ഉണ്ട്. ഓക്കെ, ഹായ് പറയാനൊക്കെ ഒരു മടിയാ. അപ്പം അമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ വറകിനൊക്കെ പോയത്. ഇവിടെ അടുത്തുള്ള പറമ്പിൽ തന്നെ കേട്ടോ പോയത്, തോട്ടത്തിൽ. അനിയത്തി അപ്പോൾ കുറച്ച് താളിപ്പൊടിയൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പച്ചിലകളും തുളസി, ചെമ്പരത്തി, പിന്നെ കറ്റാർ വാഴ അങ്ങനെയുള്ളതൊക്കെ നുറുക്കി വെയിലത്ത് ഉണക്കായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. വൈകുന്നേരം എത്ര ഇതാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ഒരു തിരക്കാണ്. നമ്മൾ വൈകിട്ടേക്ക് എല്ലാ പണി ഒരുക്കിയാലും ശരി എന്തെങ്കിലും പണിയായിട്ടുണ്ടാവും. പിന്നെ വിറക് പൊട്ടിച്ച് വയ്ക്കൽ, മുറ്റടിക്കൽ, പിന്നെ തുണികളെടുത്ത് വയ്ക്കൽ, അങ്ങനെയൊക്കെ ഓരോരോ പരിപാടികൾ. അപ്പോൾ അവളും ചെമ്പരത്തിയുടെ ഇലയും പിന്നെ മൈലാഞ്ചിയുടെ ഇല, തുളസിയുടെ ഇല, കറിവേപ്പിൻ്റെ ഇല, അങ്ങനെ കുറച്ച് ഇലകളൊക്കെ കൂട്ടിയിട്ട് ഉണക്കായിട്ടിരിക്കുകയാണ്. താളി പൗഡർ ഉണ്ടാക്കാൻ. അതാകുമ്പോൾ അവൾക്ക് താരനൊന്നും വരുന്നില്ല അത് ഉപയോഗിക്കുമ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉലുവ അങ്ങനെയുള്ളതൊക്കെ ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഉലുവ, ചെറുപയർ അങ്ങനെയൊക്കെ പൊടിച്ച് ചേർക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അമ്മ ഇവിടെ അടുത്ത പറമ്പിലൊക്കെ പോയിട്ട് ചെറിയൊരു തോട്ടാട്ടോ. ഒരു ഈ കാണുന്ന തോടില്ലേ നമ്മുടെ ഫ്രണ്ടത്തെ, ആ തോട് ചാടിക്കടന്നിട്ടൊക്കെ വേണം ആ തോട്ടത്തേക്ക് പോകാൻ. അപ്പോൾ അതിന് 2 ദിവസം നല്ല കാറ്റും മഴയൊക്കെ അല്ലേ. അപ്പോൾ ആ കാറ്റത്ത് കുറച്ച് ചുള്ളലൊക്കെ വീണിട്ടുണ്ട് പറഞ്ഞിട്ട് അമ്മ തനിച്ചാട്ടോ പോയത്. ഞങ്ങൾക്കൊന്നും പോകാൻ വയ്യല്ലോ. എനിക്കിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ടല്ലേ ഉള്ളൂ. പിന്നെ അനിയത്തിക്ക് ഇങ്ങനെ ആയിരിക്കുകയാണ്, അവൾക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ ആ വറകൊക്കെ വെട്ടിയെടുത്ത് വെച്ചപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വയ്ക്കണ പോലെയൊക്കെ അകത്തേക്കുള്ളത് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ പട്ടയൊക്കെ ഇവിടെ വീഴുന്നുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത പറമ്പിലൊക്കെ ചോദിച്ചാൽ അവർ തരുമൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ തെങ്ങിൽ തന്നെ വീണതാണ് ആ ഒരു പട്ട. പിന്നെ അനിയത്തി അത് നമ്മുടെ തോരയിട്ട തുണികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ എനിക്ക് വയ്ക്കണ പോലെയൊക്കെ തുണികൾ അവിടെ പോയിട്ട് പുറകിലുണ്ട്, അതൊക്കെ എടുത്ത് വയ്ക്കും. ഇനി കുറച്ച് പോയിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ആദ്യമൊക്കെ ഞങ്ങൾ ഫോറസ്റ്റ്, ആ കാണുന്ന മല കണ്ടില്ലേ, ആ മലയിലൊക്കെ ഇട്ട ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ പോവുക. വിറകിന് ഏറ്റി കൊണ്ടുവരാനൊന്നും വയ്ക്കില്ല എന്നൊക്കെ. ചെറിയ കുട്ടികളാണ്. കഴുത്തൊക്കെ വേദനിച്ച് കഴുത്തൊക്കെ ഇടുങ്ങി പിടിച്ചിട്ടാണ് വരിക മല ഇറങ്ങിയിട്ട്. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടുണ്ട്, മല സൈഡിലാണ് അവരുടെ വീട്, കനാലിൻ്റെ അക്കരെ. പകുതി വരുമ്പോൾ കാലൊക്കെ വേദനിച്ചിട്ട് ഞാൻ വിറകൊക്കെ അവിടെ ഇറക്കി വയ്ക്കും. എന്നിട്ട് പിന്നെ കുറച്ച് ആശ്വാസമായിട്ടാണ് പിന്നെ അതൊക്കെ എടുത്തിട്ട് വരുള്ളൂ കേട്ടോ. അമ്മ പണിക്ക് പോവും. അന്നൊന്നൊരു വിറക് കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്നവിടെയൊക്കെ ഇപ്പോൾ പാടായിരുന്നു, നിറച്ച് നെൽകൃഷിയായിരുന്നുകൊണ്ട് ഒരു പട്ടയ പാളയ വിറകൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഫോറസ്റ്റ് മലയ്ക്ക് തന്നെ പോകണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അടുത്തുനിന്നൊക്കെ ആൾക്കാരുണ്ടാവും, വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ കുറച്ച് പേര് പോവും. അമ്മയൊന്നും ഉണ്ടാവില്ല, വേറെ ആൾക്കാരുണ്ടാവും കേട്ടോ. എന്നിട്ട് അവരുടെ കൂടെ പോവും വിറകിന്. അപ്പോൾ ഏറ്റിയ പൊന്തുമില്ല. ചിലപ്പോൾ പച്ച വിറകൊക്കെ എഴുതിയിട്ടാണ് കിട്ടുക. എന്നിട്ട് അത് ഏറ്റി പിടിച്ചുകൊണ്ട് വരും. അതുപോലെ തന്നെയായിരുന്നു കുരു പെറുക്കാൻ പോകും ഞങ്ങൾ. കുരു പെറുക്കിയിട്ട് ചാക്കിലൊന്നും ചിലപ്പോഴേക്ക് പൊന്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാനത് കുത്തിമറിഞ്ഞ് ഏറ്റി അവിടെ കടയിലൊക്കെ എത്തുമ്പോഴത്തേനും എനിക്ക് കുരു വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴേ കഴുത്തൊന്നിക്ക് അനക്കാൻ വയ്യാണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞൊരു സമയം എന്ന് പറയുക. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. അന്ന് അങ്ങനെ ഒരു കാലം. ഇപ്പം അതിന്നൊക്കെ ഒരുപാട് മാറിയില്ലേ. അപ്പം അങ്ങനെ ഇതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ള കുട്ടിയുടെ തുണികളൊക്കെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെ ഇതാ ധ്വനിയിലേക്ക് നിൽക്കും.
പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കണ്ടു സപ്പോർട്ട് ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, കൂടെ നിൽക്കയച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊക്കെ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഇവിടെ കോഴികളൊക്കെ നിറച്ചതാ പായണു ഓടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടോ, നിറച്ചുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.